നെക്ക് പെയിൻ ഒരു കോമൺ ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട്. ആയുർവേദത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. ഹായ്, ഞാൻ ഡോക്ടർ ആസിഫ് അമീൻ, സീനിയർ ഫിസിഷ്യൻ, മാധവം ആയുർവേദ ഹോസ്പിറ്റൽ. നെക്ക് പെയിൻ ഒരു അസുഖമല്ല, ആക്ച്വലി അത് പല രോഗങ്ങളുടെയും ഒരു ലക്ഷണമാണ്. എസ്പെഷ്യലി കഴുത്തിൽ ബാധിക്കുന്ന പല രോഗങ്ങളുടെയും ഒരു ലക്ഷണമായിട്ട് മാത്രമേ നെക്ക് പെയിനെ കാണാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് നെക്ക് പെയിൻ വരുന്നത്? നെക്ക് പെയിൻ്റെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, കൂടുതലായിട്ടും മൊബൈൽ ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന, കുറേ നേരം മൊബൈൽ ഫോണിലേക്ക് തല താഴ്ത്തിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നെക്കിൻ്റെ ഇടയിലുള്ള ഡിസ്കുകൾക്കൊക്കെ ബൾജ് സംഭവിക്കുന്നു. അതുപോലെ തന്നെ ജോലി, IT മേഖലയിലെ ജോലി, ദീർഘനേരം ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നെക്കിന് സംഭവിക്കുന്നു. അതുപോലെ ഇംപ്രോപ്പർ പോസ്ചർ, ഇരുത്തം, കിടത്തം തുടങ്ങിയുള്ള കാരണങ്ങൾ, അതും നെക്കിൻ്റെ ഇഷ്യൂസ് സംഭവിക്കുന്നു. ഇത് നമുക്കറിയാം, നമ്മുടെ കഴുത്തിൻ്റെ ഉള്ളിലുള്ള 7 എല്ലുകളും അതിനോട് ചേർന്നിരിക്കുന്ന ഡിസ്കുകളും, ഈ ഡിസ്കുകൾക്ക് ഇങ്ങനെയുള്ള ഇംപ്രോപ്പർ ആയിട്ടുള്ള പോസ്റ്റർ ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ബൾജ് സംഗതികൾ സംഭവിക്കുമ്പോൾ അത് നെർവുമായി ടച്ച് ചെയ്ത് വേദനകൾ വരുന്നു. ആയുർവേദത്തിലെ വ്യത്യസ്തതരം ട്രീറ്റ്മെൻറ്റുകളായ ഉഴിച്ചിൽ, തൈലം തളം കെട്ടി നിർത്തൽ, കിഴി തുടങ്ങിയ ചികിത്സയിലൂടെ ഇതിനെ നല്ല രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ആയുർവേദ ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടെ ഇത്തരം ട്രീറ്റ്മെൻറ്റിലേക്ക് പ്രവേശിക്കുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും.